നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 18-ാം തീയതി 1201 ആണ്ട് ധനുമാസം 2-ാം തീയതി വ്യാഴാഴ്ച. അപ്പോൾ ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് അനിഴം നക്ഷത്രം. ധനുമാസം 3-ാം തീയതിയും 18-ാം തീയതി ഡിസംബറും. അനിഴം നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. അനിഴം നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ശുഭനക്ഷത്രം, ശുഭദിനം, വ്യാഴാഴ്ച, ഗുരുവിൻ്റെ ദിവസം. വ്യാഴം എന്ന് പറഞ്ഞാൽ ഗുരു, ധനത്തിൻ്റെ ദിവസമാണ്. എന്ത് ദോഷഭാവത്തെയും ഇല്ലാതാക്കാൻ ശക്തിയുണ്ട് ഗുരുവിന്. അതുകൊണ്ട് ലക്ഷം ദോഷം ഗുരുഹന്തി. ലക്ഷം ദോഷം ഉണ്ടെങ്കിലും ഗുരുവിൻ്റെ കൃപ കൊണ്ട് മാറിക്കിട്ടും. അപ്പോൾ ഗുരുവിൻ്റെ ദിവസമാണിന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ശുഭകാര്യത്തിനും ഇറങ്ങാം. പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. നമുക്ക് വല്ല പൈസ കിട്ടാനുണ്ടെങ്കിൽ പൈസ വാങ്ങാനോ, അല്ലെങ്കിൽ വല്ല ബില്ല് മാറാതിരിക്കുന്നെങ്കിൽ അതിനെ എടുക്കാനോ, മറ്റേതെങ്കിലും ലോണ് പാസ്സാവാതിരിക്കുന്നെങ്കിൽ അതിന് വേണ്ടി ശ്രമിക്കാനോ, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക്, സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഇറങ്ങാനോ ഒക്കെ അനുകൂലപ്രദമായ സമയമാണ്. പക്ഷേ ധനുമാസത്തിലെ അനിഴ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമാണ്. സാമ്പത്തിക മേന്മയുണ്ടാവും. മുടങ്ങിക്കിടക്കുന്ന ധനം നിങ്ങൾക്ക് വന്നു ചേരും. അപ്രതീക്ഷിത ധന നേട്ടം ഉണ്ടാവും. ഊക കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ വർഷമാണ്. പ്രതീക്ഷിക്കാതെ സാമ്പത്തിക നേട്ടം വരും. അത് വസ്തു കച്ചവടമോ വാഹന കച്ചവടമോ അതെങ്കിൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും മേഖലയായി പ്രവർത്തിച്ചോ ഒക്കെ നിൽക്കുന്നവർക്ക് വളരെ നേട്ടഭാവത്തെ കൊടുക്കുന്ന കാലഘട്ടം തന്നെയാണ്. വളരെ അനുകൂലപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരുന്ന കാലഘട്ടം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് അതിനു വേണ്ടി പ്രയത്നിക്കണം. നമ്മൾ ഇറങ്ങുന്ന കാര്യം വിജയിക്കും എന്ന അനുകൂലപ്രദമായി നമുക്ക് മുമ്പിൽ ഇങ്ങനെ വിശാലമായി നേട്ടഫലത്തെ കാണിച്ചിരിക്കുകയാണ്. അത് ലഭിക്കാനായിട്ട് പ്രയത്നിക്കണം. അതുപോലെ ഇന്നും നല്ല ദിവസമാണ്. ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 1:30 മണി മുതൽ 3 മണി വരെയാണ് രാവുകാലം എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് 1:47 രാവുകാലം തുടങ്ങുകയുള്ളൂ. 17 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടേ തുടങ്ങുകയുള്ളൂ. 3 മണിക്ക് തീരൂല. 3:12 രാവുകാലം തീരുകയുള്ളൂ. അതുകൊണ്ടാണ് രാവുകാല സമയം പറഞ്ഞു തരണേ. ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോൾ ശുഭ യാത്രയ്ക്ക് ശ്രദ്ധിക്കണം. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ശ്രദ്ധിക്കണം. 9:30 തൊട്ട് 10:55 വരെ ഗുളികകാല സമയവും, അതുപോലെ 6:38 തൊട്ട് 8:04 വരെ യമകണ്ഠകാല സമയവും. ഇത് രണ്ടും രാവിലെ അങ്ങ് തീരെയാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. നമുക്കല്ലാതെ തന്നെ നല്ല മുഹൂർത്തമുണ്ട്. എന്നാലും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:57 തൊട്ട് 12:45 വരെ. എല്ലാ ദിവസവും 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്നും ആ സമയമുണ്ട്. അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ ഇന്നത്തെ വസ്ത്രധാരണത്തിന് പ്രാധാന്യം. കളറ് നമുക്ക് വ്യാഴത്തിൻ്റെ പോസിറ്റീവ് എനർജി വലിച്ചെടുക്കും, നെഗറ്റീവിനെ പുറന്തള്ളും. അതിനുവേണ്ടി മഞ്ഞ വസ്ത്രമോ മഞ്ഞ മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ ദിവസം പരമഗുരുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.